സംസ്ഥാനത്ത് അധികാരം ആർക്ക് എന്ന് നിശ്ചയിക്കുന്ന തീപാറുന്ന മത്സരങ്ങൾ നടക്കുന്ന 20 മണ്ഡലങ്ങളിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തവനൂരിനെ കുറിച്ചാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 2008 നിയമസഭാ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് തവനൂർ മണ്ഡലം നിലവിൽ വന്നത്. അതിനുശേഷം 2011 മുതൽ ഇങ്ങോട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും കെ ടി ജലീൽ മത്സരിച്ച് വിജയിച്ച LDFന് വേണ്ടി LDF സ്വതന്ത്രനായി കെ ടി ജലീൽ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് തവനൂർ. തവനൂരിൽ പക്ഷേ കഴിഞ്ഞ തവണ 2021 വലിയ തോതിലുള്ളൊരു പ്രോ ഇൻകംബൻസി വേവ്, ഭരണത്തിന് അനുകൂലമായ വികാരം സംസ്ഥാനത്തെമ്പാടും ആഞ്ഞടിച്ചപ്പോൾ തവനൂരിൽ വലിയ മത്സരമുണ്ടായി കെ ടി ജലീലിന് മുന്നിൽ. ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലിനെ ഇറക്കി കോൺഗ്രസ് വലിയ മത്സരമോടെ കാഴ്ചവെച്ചു. എന്നിട്ടും കുറഞ്ഞ മാർജിനിൽ 2000 ചില്ലറ വോട്ടിൻ്റെ മാർജിനിലാണ് ജലീൽ അവിടുന്ന് ജയിച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തവനൂരിൽ ശക്തമായ മത്സരം നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? അങ്ങനെ തന്നെയല്ലേ? വലിയ മത്സരം നടക്കാനുള്ളൊരു സാധ്യത ഇത്തവണ തവനൂരിലില്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള രാഷ്ട്രീയ മത്സരം നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ തവനൂരിൽ വലിയ തീപാറുന്ന പോരാട്ടം തന്നെയാണ് കണ്ടത്. ഫിറോസ് കുന്നംപറമ്പിലിനെ അവസാനം തീരുമാനിച്ച് കളത്തിലിറക്കി വലിയ മത്സരം UDF പുട്ടപ്പ് ചെയ്തു. പക്ഷേ തവനൂരിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഒരു കുറെ കൂടി രാഷ്ട്രീയമായൊരു മത്സരമായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ കെ ടി ജലീൽ ചലഞ്ച് ചെയ്യപ്പെടുമായിരുന്നു എന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ്. കെ ടി ജലീലിൻ്റെ ജനപ്രീതി, ഇപ്പോൾ അദ്ദേഹം 3 തവണ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പിലും കെ ടി ജലീലാണ് അവിടെ നിന്ന് വിജയിച്ചത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കെ ടി ജലീൽ ഒരു ആക്സിഡൻ്റൽ MLA എന്നൊക്കെ പറയാം. മുസ്ലിം ലീഗിലായിരുന്ന കെ ടി ജലീൽ ലീഗുമായി പിണങ്ങി നിൽക്കുന്ന അവസരത്തിൽ, രാഷ്ട്രീയമായി വീണ് കിട്ടിയ ഒരവസരത്തിൽ കുറ്റിപ്പുറത്ത് 2006 PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് വളരെ ഗ്ലെയറിംഗ് ആയ ഒരു വിജയം നേടി രാഷ്ട്രീയത്തിലേക്ക് വളരെ ഗ്ലാമറസായി കടന്നു വന്ന, നിയമസഭയിലേക്ക് വളരെ ഗ്ലാമറസായി കടന്നു വന്ന ഒരാളാണ്. ആ കുറ്റിപ്പുറത്ത് അദ്ദേഹം 2006 കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നേടിയ ചരിത്ര വിജയത്തിൻ്റെ പ്രതിധ്വനികളായിട്ടാണ് യഥാർത്ഥത്തിൽ തവനൂരിൽ പിന്നീട് ജലീൽ വിജയിച്ചു വന്നത്. അല്ലാതെ നേരിട്ട് തവനൂരിൽ മത്സരിക്കാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജലീൽ വിജയിക്കുമായിരുന്നില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാളെ വീഴ്ത്തിയതിന് ശേഷം രാഷ്ട്രീയ പ്രവേശനം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ നിയമസഭാ പ്രവേശനം നടത്തിയ ഒരാൾ എന്ന നിലയിലാണ് തവനൂരിൽ അദ്ദേഹം വിജയിച്ചത്. 2011, 16, 21 3 തെരഞ്ഞെടുപ്പുകളിലും ജലീൽ വിജയിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ 2021 കണക്ക് ഡോക്ടർ കെ ടി ജലീൽ 63,358 വോട്ട്, 46.46%. ഫിറോസ് കുന്നംപറമ്പിലിന് 67,794 വോട്ട്, 44.77%. അതായത് 2% താഴെ ഉള്ള വ്യത്യാസം മാത്രമാണ്. NDAക്ക് രമേശ് കോട്ടയപ്പുറത്താണെന്ന് മത്സരിച്ചത് 9,914 വോട്ട്, അതായത് 6.55%. ഭൂരിപക്ഷം 2,185 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇത് 2016 തട്ടിച്ചു നോക്കിയാൽ 2016 വലിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ജലീൽ വിജയിച്ചത്. അന്നവിടെ കോൺഗ്രസിന്റെ ഇഫ്തിഖാറുദ്ദീൻ മാസ്റ്റർ എന്ന ഒരു എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് 51,115 വോട്ട്, 35.96%. അതേസമയം ജലീലിന് 68,179 വോട്ട്, അതായത് 47.97%. 12% മേലെ ഉള്ള വോട്ട് ഷെയറിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് ജലീൽ വിജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ 2016 ഒരു പ്രത്യേകത, അന്നാണ് തവനൂർ മണ്ഡലത്തിൽ BJPക്ക് NDA സ്ഥാനാർത്ഥിക്ക് ഏറ്റവും ഉയർന്ന വോട്ട് കിട്ടിയത്. അതായത് 15,801 വോട്ട്, 11.12%. അന്ന് മത്സരിച്ചത് രവി തേലത്ത് എന്ന ആളാണ്. അദ്ദേഹം തന്നെയാണ് ഇത്തവണ 2016 BJP ശക്തി തെളിയിച്ച ഘട്ടത്തിൽ അതിൻ്റെ ഗുണം വന്നു ഭവിച്ചത് ജലീലിലേക്കാണ് എന്ന ഒരു കൗതുകകരമായ അന്തരീക്ഷം അവിടെയുണ്ട്. അതേ സ്ഥാനാർത്ഥികൾ ആണ് BJPക്കും ജലീലും മത്സരിക്കുന്നത്. അപ്പുറത്ത് പക്ഷേ ജോയിയാണ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്, ജോയിയുമായുള്ള മത്സരത്തിൻ്റെ ഒരു കമ്പാരിസൺ യഥാർത്ഥത്തിൽ 2011 അവിടെ നടന്നിട്ടുണ്ട്. VV പ്രകാശ്, അന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ മലപ്പുറത്തെ പ്രധാന ഫേസ് ആയിരുന്ന VV പ്രകാശ് 2011 ജലീലിനെ നേരിട്ടു.
ജലീലിന് 57,729 വോട്ട്, VV പ്രകാശിന് 50,875 വോട്ട്. അതായത് ജലീലിന് 47%, പ്രകാശിന് 41.6%. ഏതാണ്ട് 6% വ്യത്യാസമാണ് അന്നുണ്ടായത്. BJPക്ക് അന്ന് വളരെ കുറഞ്ഞ വോട്ടേ കിട്ടിയുള്ളൂ, 7,107 വോട്ട്, അതായത് 5.81%. യഥാർത്ഥത്തിൽ BJPക്ക് അവിടെ 5 മുതൽ 11% വരെ വോട്ട് മാത്രമേ ഉള്ളൂ. BJP വോട്ട് ഈ 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്. BJP വോട്ട് കൂടുതൽ പിടിച്ച ഘട്ടത്തിൽ ആ വോട്ട് പോയിരിക്കുന്നത് UDFന്റെ വോട്ടാണ് എന്നതും ശ്രദ്ധേയമാണ്. VV പ്രകാശിനോട് ജലീൽ മത്സരിച്ച് ജയിക്കുന്ന 6,854 വോട്ടിൻ്റെതാണ്. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷം, അതായത് 2011-ലും 2016-ലും തരക്കേടില്ലാത്ത ഭൂരിപക്ഷമുണ്ട് എന്ന് പറയാം. 2016-ൽ നല്ല ഭൂരിപക്ഷം, 2011-ൽ തരക്കേടില്ലാത്ത ഭൂരിപക്ഷം. പക്ഷേ 2021 വരുമ്പോൾ അത് വളരെയധികം ചുരുങ്ങുന്നുണ്ട്. 2,185. ബഷീർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഈ ജലീൽ എന്ന കാൻഡിഡേറ്റ് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് അതിൻ്റെ ഒരു ഗ്ലാമറുമായി വന്നതുകൊണ്ട് തവനൂരിൽ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളൊരു കാര്യം സൂചിച്ചാൽ, അതിനപ്പുറത്ത് വേറൊരു ഘടകം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മലപ്പുറം ജില്ലയിലെ LDFന് അല്ലെങ്കിൽ CPIMന് കുറെ കൂടെ സ്വാധീനമുള്ള പ്രദേശങ്ങൾ, സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ചേരുന്ന ഒരു മണ്ഡലമാണ് തവനൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള 3 പഞ്ചായത്തുകൾ അവിടെയുണ്ട്. LDFനും CPIMനും അത്യാവശ്യം സംഘടനാശേഷി ഉള്ള സ്ഥലം കൂടിയാണ് തവനൂർ. അതുകൊണ്ടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ജലീൽ അവിടെ ജയിച്ചു വരുന്നത്. ജലീലിൻ്റെ വ്യക്തിപരമായ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് എങ്കിൽ കൂടി CPIMൻ്റെ ഒരു സ്വാധീനം കൂടെ LDFൻ്റെ വിജയത്തിന് അവിടെ ഒരു ഘടകമാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഫിറോസ് കുന്നംപറമ്പിലിനെ ഇറക്കിയപ്പോൾ വലിയ ഓളം ഉണ്ടാക്കാൻ ഫിറോസിന് സാധിച്ചിരുന്നു. അത് ഇപ്പം ഗ്രൗണ്ടിൽ, തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിലും ആ വലിയ ഓളം ഉണ്ടായിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ഓളം ഉണ്ടാക്കാൻ ഫിറോസ് കുന്നംപറമ്പിൽ. ഈ പ്രവാസി വോട്ടുകളുടെ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ ഫിറോസ് കുന്നംപറമ്പിലിന് അനുകൂലമായി അന്ന് അത്രയും വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് കാരണമായത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പ്രവാസി കേന്ദ്രീകൃതമായ വലിയൊരു ക്യാമ്പയിൻ ഫിറോസിന് അനുകൂലമായി നടക്കുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തകൻ എന്ന പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള ചാരിറ്റി പ്രവർത്തനമാണ് ഫിറോസ് കുന്നംപറമ്പിൽ അത് നടത്തിക്കൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് ആ മേഖലയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ ബന്ധം, ആ ബന്ധത്തിലുള്ള ആളുകൾ വലിയ തോതിൽ പ്രചരണ രംഗത്തിറങ്ങിയത്, ഇതൊക്കെ ഫിറോസിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. ആ നിലയ്ക്കുണ്ടായ വലിയ ഓളം ഒരു പക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ ആ മണ്ഡലം അട്ടിമറിച്ച് പിടിച്ചെടുക്കും എന്ന തോന്നൽ വരെ ആ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ റാലികളിലൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു, അസാധ്യമായ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു UDF കാൻഡിഡേറ്റിന് തവനൂരിൽ അതുവരെ കിട്ടാത്ത വിധത്തിലുള്ള ഒരു ജനക്കൂട്ടം ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് അന്നത്തെ ആ വിഷ്വൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അത്രമാത്രം വലിയ ഇളക്കം ഫിറോസ് കുന്നംപറമ്പിൽ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഒരു പക്ഷേ ജലീൽ തോറ്റുപോയേക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഏറ്റവും അവസാനം റിസൾട്ട് വന്ന മണ്ഡലങ്ങളിലൊന്നും ഈ പറയുന്ന തവനൂരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഇടയ്ക്ക് ഫിറോസ് ലീഡെടുത്തു, പിന്നീട് അത് ജലീൽ തിരിച്ചു പിടിക്കുന്നു, വീണ്ടും ഫിറോസ് ലീഡെടുക്കുന്നു, ഇങ്ങനെ മാറി മറിഞ്ഞിട്ടാണ് ആ വോട്ടെണ്ണൽ മുന്നോട്ട് പോയത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ജലീൽ തൻ്റെ ലീഡ് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തത്. അപ്പോൾ അത്രയും ടൈറ്റായിട്ടുള്ളൊരു മത്സരം കഴിഞ്ഞ തവണ നടന്നിരുന്നു. ഇത്തവണ വരുമ്പോൾ അവിടെ DCC പ്രസിഡന്റ് VS ജോയിയാണ് മത്സരിക്കുന്നത്. മലപ്പുറം DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് VS ജോയിയുടെ പ്രവർത്തനം വളരെയധികം പ്രകീർത്തിക്കപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിനകത്തും UDFനകത്തും വലിയ തോതിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് VS ജോയ്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന സമയത്ത് VS ജോയിയുടെ പേരും അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള മുറുമുറുപ്പുകളും ഇല്ലാതെ VS ജോയ് മാറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത VS ജോയ്ക്കുണ്ട്. VS ജോയ് പഴയ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇടക്കാലത്ത് മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏക നിയമസഭാ മത്സരം എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് ഈ തവനൂരിലേക്ക് വരുമ്പോൾ മലപ്പുറത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ വികാരമായി ഒരു പക്ഷേ തവനൂരിൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിലൊരു പ്രശ്നമുള്ളത്, ഒരു വ്യത്യാസം നേരത്തെ ഉള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്, ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു മലപ്പുറത്തെ കോൺഗ്രസിൻ്റെ ഫേസ്. ആര്യാടനും ലീഗും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു, അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിരുന്നു. എന്നാൽ VS ജോയ് ആ ശത്രുത ഒരു പരിധിവരെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ വരെ നിലനിന്നു. പക്ഷേ VS ജോയ് ലീഗുമായി വളരെ സിങ്ക്രണൈസ്ഡ് ആയ ഒരു DCC പ്രസിഡന്റാണ്. ഇപ്പോൾ ലീഗിൽ നിന്ന്
കോൺഗ്രസ് ആവശ്യപ്പെട്ടത് VS ജോയിക്ക് മത്സരിക്കാൻ വേണ്ടി തിരുവമ്പാടി സീറ്റായിരുന്നു. ആ സീറ്റിൽ VS ജോയിയെ നിർത്തി വിജയിപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതി. അതിന് പകരമാണ് തവനൂർ കൊടുത്ത് തിരുവമ്പാടി ലീഗ് തന്നെ നിലനിർത്തിയത്. VS ജോയിയെ വിജയിപ്പിക്കുക എന്നത് ലീഗിൻ്റെ കൂടി ആവശ്യമാണ്, നേരത്തെ ഉള്ളൊരു സാഹചര്യമല്ല. കുറെ കൂടി ഇവർ തമ്മിലുള്ള ചേർച്ച, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ DCCയും ലീഗും തമ്മിൽ അവിടെ ഇപ്പോഴില്ല ഈ കാര്യത്തിൽ, പ്രത്യേകിച്ചും ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ലീഗ് പ്രവർത്തകർ അതിൻ്റെ അവരുടെ ക്യാമ്പയിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ തന്നെ ആയിരിക്കും ജോയ്ക്ക് വേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമുദായികമായ ഒരു വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്വാധീനം, ഒരു ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു സ്വാധീനമൊന്നും യഥാർത്ഥത്തിൽ തവനൂർ മണ്ഡലത്തിൽ കാര്യമായിട്ടില്ല. മുസ്ലിം ഹിന്ദു സ്വാധീനിക്കാൻ പാകത്തിനുള്ള ഒരു ക്രിസ്ത്യൻ വോട്ടിന്റെ പ്രസൻസ് ആ മണ്ഡലത്തിലില്ല. പക്ഷെ ജോയ് ഒരു മുസ്ലിം ലീഗിന് സ്വീകാര്യനായ, കുറെ കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് കുന്നംപറമ്പിലിന് വേണ്ടി രംഗത്തിറങ്ങിയതിനേക്കാൾ ശക്തിയായി ജോയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ജോയ്ക്ക് അനുകൂലമായ ഒരു ഘടകം. അതോടൊപ്പം വ്യക്തി കേന്ദ്രീകൃതമായ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടാണ് യഥാർത്ഥത്തിൽ KT ജലീലിനെ വിജയിപ്പിച്ചത് എല്ലാ ഘട്ടത്തിലും. ഈ ഗ്ലാമറസായി എൻട്രി ചെയ്തു എന്നതോടൊപ്പം തന്നെ വലിയ വ്യക്തിബന്ധം സ്ഥാപിച്ചാണ് അദ്ദേഹം. KT ജലീലിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചറിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പല പല ഘട്ടങ്ങളിൽ രാഷ്ട്രീയം വിടാൻ തീരുമാനിക്കുന്നു എന്ന തോതിൽ സംസാരിക്കുക, ഇതിനോടൊരു മടുപ്പ് എക്സ്പ്രസ് ചെയ്യുക, ആ തരത്തിൽ ഒരു എക്സ്പ്രസ് ചെയ്യുക മാത്രമല്ല, ഇത്തവണ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത്തവണ തവനൂരിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തവനൂരിൽ മറ്റ് ഒരുപാട് ആളുകൾ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ മത്സരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ മാറിക്കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരുപക്ഷെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ആ നിലയ്ക്ക് ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് എന്നുള്ളൊരു ഫീല് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജലീൽ കൊടുത്തുകൊണ്ടിരുന്നുണ്ട്. അതൊരു വലിയ സെറ്റ് ബാക്ക് ആയിട്ട് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജലീലിൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഷീർ നേരത്തെ സൂചിപ്പിച്ച ഈ വ്യക്തിബന്ധങ്ങളുടെ കാര്യം, വ്യക്തിബന്ധങ്ങൾ ഇപ്പോഴും ജലീലിന് വളരെ സ്ട്രോങ് ആയ മണ്ഡലത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സ്വീകാര്യതയും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്വീകാര്യതയും അവിടെയുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഞാനിനി മത്സരിക്കാനില്ല, ഞാൻ വിഡ്രോ ചെയ്യാണ്, ഞാനിനി ഉണ്ടാവില്ല, ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ മാറിയേക്കും എന്നൊക്കെയുള്ള മട്ടിൽ അദ്ദേഹം സംസാരിച്ചതും ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു പിന്നാക്കം പോകൽ ഉണ്ടായതും ഒരു പക്ഷേ ഈ തവനൂരിൽ ഇത്തവണ വലിയ തോതിൽ സ്ഥാനാർത്ഥികളുടെ മാർക്ക് വെച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ജലീലിനേക്കാൾ ഉയർന്ന ഗ്രേഡിലാണ് ജോയിയുടെ മാർക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റാച്ചർ വെച്ച് കിടക്കുന്നത്. ജോയി വളരെ വളരെ ജെന്റിലായും വളരെ എനർജറ്റിക്കായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ആ വിധത്തിൽ ആ മണ്ഡലത്തിൽ സ്വീകാര്യനാകും. വേറെ മറ്റു തരത്തിലുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ജോയിക്ക് അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം രാജീവ് നേരത്തെ പറഞ്ഞ പഞ്ചായത്തുകളുടെ, അപ്പോൾ ഒരു ഇടതുപക്ഷ ഭൂമികയല്ല യഥാർത്ഥത്തിൽ തവനൂർ. അങ്ങനെ ഈ പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു ഇടതുപക്ഷ മേധാവിത്വം സമ്പൂർണ്ണമായ UDF അനുഭവം. പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ തവനൂർ പഞ്ചായത്ത് UDF ആണ്, കാലടി, വട്ടംകുളം, എടപ്പാൾ മാത്രമാണ് LDFനുള്ളത്, മംഗലം പഞ്ചായത്ത്, തൃപ്പങ്കോട്, പുറത്തൂർ, ഈ 7 എണ്ണത്തിൽ 6 പഞ്ചായത്തുകളും UDF ആണ് ഭരിക്കുന്നത്. എടപ്പാൾ പഞ്ചായത്ത് മാത്രമാണ് LDFന്റെ കൈവശമുള്ളത്. ഏതാണ്ട് മണ്ഡലത്തിന്റെ സെഗ്മെന്റ് തിരിച്ച് കണക്കെടുത്താൽ 45.28% വോട്ട് UDFനും 39% വോട്ട് LDFനും അനുകൂലമായാണ് പഞ്ചായത്തിൽ വന്നത് എന്നാണ് അവിടെ നിന്നുള്ള കണക്ക്. BJPക്ക് ഏതാണ്ട് 11% വോട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്കിലുണ്ട്. ലോക്സഭയിലും ഇതിങ്ങനെ തന്നെയാണ്. ലോക്സഭയിൽ കുറച്ചുകൂടി കൂടുതലാണ് അബ്ദുൾ സമദ് സമദാനിക്ക് അവിടെ നിന്ന് കിട്ടിയ വോട്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലോ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയല്ല തവനൂർ മണ്ഡലം. പക്ഷേ 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച് KT ജലീൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പോൾ BJPയുടെ ഒരു പെർഫോമൻസ് നേരത്തെ അത് ബഷീർ സൂചിപ്പിച്ചിരുന്നു. BJP കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6% മുകളിൽ വോട്ട്, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 2016
ഏതാണ്ട് 11% മേൽ അല്പം മുകളിൽ വോട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും കുറയുന്നു. കഴിഞ്ഞ 5.8%. വളരെ ശക്തമായൊരു മത്സരം നടക്കുമ്പോൾ, ഇത് ഇരു മുന്നണികളുടെയും വളരെ ശക്തമായിട്ടൊരു മത്സരം നടക്കുമ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ, അതായത് ബി ജെ പിയുടെ കോർ വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ആ ഘട്ടങ്ങളിലൊക്കെ പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ അതിശക്തമായൊരു മത്സരം നടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ആ വോട്ട് പെർസെൻറ്റേജിൽ കഴിഞ്ഞ തവണ ഉണ്ടായ, അല്ലെങ്കിൽ 2016 ഒരു വർധന, അല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു 11% വോട്ട്, അത് ബി ജെ പിക്ക് നിലനിർത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ തവനൂർ ബി ജെ പിക്ക് വലിയൊരു സാധ്യതയോ വലിയൊരു എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയോ കാണിക്കുന്ന ഒരു മണ്ഡലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ അതുകൊണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്ന ഘട്ടമാണ് 2016. ഇഫ്തിഖാറുദ്ദീൻ യു ഡി എഫിൻ്റെയും കെ ടി ജലീൽ എൽ ഡി എഫിൻ്റെയും. ആ ഘട്ടത്തിലാണ് ബി ജെ പിക്ക് അവിടെ 15,000 വോട്ട് കിട്ടിയത്. എന്നാൽ ഇത്തവണത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇത്തവണ വി എസ് ജോയിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തെ 2010 ഏറ്റവും ഉയർന്ന വോട്ട് കിട്ടിയ 2016 സ്ഥാനാർത്ഥി രവി തേലത്ത്. അപ്പോൾ ബി ജെ പി വോട്ട് വളരെ നിർണായകമാണ്. കുറഞ്ഞ വോട്ടേ അവിടെ ഉള്ളൂ, പക്ഷേ അത് നിർണായകമാണ്. അത് അപ്പുറത്ത് വരുന്ന 2 സ്ഥാനാർത്ഥികളുടെ പേരുകൾക്കനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തവണ അത് ജോയ്ക്ക് അനുകൂലമായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബി ജെ പിക്ക് വോട്ട് കുറയുകയാണെങ്കിൽ അത് ജോയ്ക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് 2 സ്ഥാനാർത്ഥികളൊക്കെ രംഗത്തിറങ്ങി ഈ ഘട്ടം എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എഡ്ജ്, സത്യം പറഞ്ഞാൽ തവനൂരിൽ ഈ കഴിഞ്ഞ 3 തവണയും വിജയിച്ച ജലീലിനേക്കാൾ കുറച്ചുകൂടെ എഡ്ജ് പൊളിറ്റിക്കലായ ഒരു എഡ്ജ് ജോയ്ക്കുണ്ട് എന്ന് തോന്നുന്നു. വളരെ ലെജിറ്റിമേറ്റ് ആയ ഒരു സ്ഥാനാർത്ഥിത്വം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ. നേരെ കുന്നംപറമ്പലിൻ്റെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ജോയ് സ്ഥാനാർത്ഥിയായി വരുന്നു, നേരെ ക്യാമ്പയിനിലേക്ക് കടക്കുന്നു. ജലീലിന് ഈ പറഞ്ഞ അദ്ദേഹത്തിന് തന്നെ ഈ ഒരു 4-ാം ഊഴത്തിൽ താല്പര്യമില്ല എന്ന മട്ടിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്ത കാര്യങ്ങൾ അവിടെ കിടക്കുന്നു. പിന്നെ ഒരു ഫാറ്റിക്, സ്വാഭാവികമായ ഒരു ക്ഷീണം ജലീലിന് അതിൻ്റെ കൂടെ ഈ 3 ടേം വിജയിച്ച് MLA ആയി നിന്നതിൻ്റെ ഒരു ക്ഷീണം ജലീലിനെ ബാധിക്കാനിടയുണ്ട്. ഇതെല്ലാം വെച്ച് ഒരു സ്ലൈറ്റ് എഡ്ജ് ജോയ്ക്ക് അവിടെ ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ 3 ടേമിലെ, മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ഈ 3 ടേമിലെ റിസൾട്ടും അപ്രവചനീയമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, തവനൂരിലെ ആദ്യത്തെ 2011 തെരഞ്ഞെടുപ്പിൽ അപ്രവചനീയമായിരുന്നു. 2016 പക്ഷേ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരുന്നു. ജലീൽ അവിടെ ജയിക്കും എന്നുള്ളൊരു ഏതാണ്ട് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് 2021 തീർത്തും അപ്രവചനീയം. ജലീലിന് മേലുള്ള സോഷ്യൽ മീഡിയയുടെയും ഇടതുപക്ഷ സൈബർ പോരാളികളുടെയും കൗതുകവും കുറച്ച് അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വലിയ കൗതുകം ജലീലിന് മേലില്ല. അതിനൊപ്പം ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മറ്റൊന്ന്, ബഷീർ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒരു ആവേശം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ്. അത് ഒന്ന് ജലീലിനെ തോൽപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് സാധിച്ചിട്ടില്ല. ജോയ് കുറെ കൂടെ അവർക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ലീഗ് നേതൃത്വവുമായി വളരെ അടുപ്പമുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് സമ്പൂർണ്ണമായ വിജയം UDF ഉണ്ടാക്കി കൊടുത്തത് ലീഗിൻ്റെ വലിയ സംഘടനാ ശേഷിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരൊരു ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത തവണ മലപ്പുറം സമ്പൂർണ്ണമായി പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു ആവേശം ഒരു പക്ഷേ ജലീലിന് വലിയ, അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളിലെ ഈ അവാന്തര സംഘടനകൾക്കകത്ത് പഴയ സ്വീകാര്യത ഇപ്പോൾ ജലീലിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ഈ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ധാർമ്മികതയിൽ നിന്ന് പിന്നോട്ട് പോയത് എന്ന് സൂചന നൽകുന്ന ഒരു പ്രസ്താവന വലിയ തോതിൽ അവിടുത്തെ സുന്നി ഇതിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. അത്തരത്തിലുള്ള പല പ്രസ്താവനകളും ജലീലിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് പല ഘട്ടങ്ങളിലായി ജലീൽ ഫേസ്ബുക്കിലും അല്ലാതെയും ഒക്കെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി വലിയ പോരുണ്ടായിരുന്നു. മാധ്യമവുമായും മീഡിയ വണ്ണുമായും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് തന്നെയും വലിയ പോരിലായിരുന്നു ജലീൽ. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ചലഞ്ചറാണ് ജലീലിൻ്റെ ഇത്തവണത്തെ വിജയം എന്ന് ഇപ്പോൾ നമുക്ക് പറയാം. ഭയങ്കര ടൈറ്റായ ഒരു മത്സരമാണ് തവനൂരിൽ നടക്കുന്നത്. എന്തായാലും തവനൂർ വലിയ ശക്തമായ മത്സരം നടക്കും. കഴിഞ്ഞ തവണ നടന്നതിനേക്കാൾ വലിയ ശക്തമായ മത്സരം ഇത്തവണ തവനൂരിലുണ്ടാകും. ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ ഏറ്റവും അവസാനം തീരുമാനിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തവനൂരായി മാറും എന്ന് നമുക്ക് നിശ്ചയമായും പറയാം. ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.